ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 63-ാമത്തെ സർഗം. മധുവനഭംഗ നിവേദനം. മധുവനത്തെ നശിപ്പിച്ചതിനെ അറിയിക്കുകയാണ് ഈ അധ്യായത്തിൽ. തതോ മോദനാനിപതിതം വാനരം വാനരർഷഭ ദുഷ്ടേവോദ്വിഗ്നഹൃദയോ വാക്യമേതദ്വാചഃ. കുമ്പിട്ട് വന്ദിച്ചു നിൽക്കുന്ന വാനരനെ കണ്ട് സുഗ്രീവൻ പിടയ്ക്കുന്ന ഹൃദയത്തോടെ പറഞ്ഞു: ഉത്തിഷ്ഠോത്തിഷ്ഠകസ്മാസ്ത്വം പാദയോപതിതോ മമ അഭയം ദേവവേദ്വീര സർവമേവാഭിധീയതാം. എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ വീര, അങ്ങ് എന്തിനാണ് എൻ്റെ കാൽക്കൽ വീണത്? എല്ലാം തുറന്നു പറയൂ, അഭയം നൽകാം. സതു വിശ്വാസിതസ്തേന സുഗ്രീവേണ മഹാത്മന ഉത്തായ സമൂഹാപ്രാജ്ഞോ വാക്യം ദതിമുഖോ ബ്രവീത്. മഹാപ്രാജ്ഞനായ ദതിമുഖൻ മഹാത്മാവായ സുഗ്രീവന്റെ സമാശ്വാസനം കേട്ട് എഴുന്നേറ്റു ഇപ്രകാരം വിവരം അറിയിച്ചു: നൈവക്ഷരജസാരാജന്നത്വയാനാഭിവാലിന വനം നിസൃഷ്ടപൂർവം ഹി ഭക്ഷിതം തച്ഛവാനരേഹി. രാജാവേ, ഋക്ഷരജസോ ബാലിയോ അങ്ങയോ ഇന്നോളം മറ്റാർക്കും പ്രവേശനം നൽകിയിട്ടില്ലാത്ത മധുവനം വാനരന്മാർ പ്രവേശിച്ച് സർവവും തിന്നുമുടിച്ചു. ഋഷരജസിന് ബ്രഹ്മാവ് വരദാനമായിട്ട് നൽകിയതാണ് ഈ മധുവനം എന്നാണ് പറയുന്നത്. ഏബി പ്രദർശിതൈശ്ചൈവ വാനരാവനരക്ഷിഭിഃ മധുന്യചിന്തയേ ത്വേമാൻ ഭക്ഷയന്തി പിബന്ധിജ. വനരക്ഷകന്മാർ ചെന്ന് തടഞ്ഞു. എന്നാൽ വാനരന്മാർ അവരെ കൂട്ടാക്കാതെ അവിടെ പ്രവേശിച്ചു. മധുപാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒന്നൊന്നായിട്ട് തിന്നും കുടിച്ചും തകർത്തുകൊണ്ടിരിക്കുന്നു. ശിഷ്ടമത്രാപവിദ്യന്തി ഭക്ഷയന്തി തഥാപരേ നിവാര്യമാണാസ്തേ സർവേ ഭ്രുവോ വൈ ദർശയന്തി. ചിലർ തിന്നു ബാക്കിയായത് അവിടെ തന്നെ തൂത്തുകളയുന്നു. അവരെല്ലാം അതേപോലെ ഓരോന്ന് തിന്ന് തീർക്കുന്നു. തടയാൻ ചെന്നവരെ അവർ കോപത്താൽ പുരികം തുളിച്ചു കാട്ടി ഭീഷണിപ്പെടുത്തുന്നു. ഇമേഹി സംരംഭതരസ്തദാ തൈ സംപ്രക്ഷിത പാരയന്തോ വനാ തസ്മാ ഹൃദയവാനരപുങ്കവേഹി. മാത്രമല്ല, വനത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാൻ ചെന്ന ഇവരെ ക്രുദ്ധരായ വാനരന്മാർ പ്രഹരിച്ചു വിട്ടു. ഇവർ ഭയപ്പെട്ട് ഓടിപ്പോരുകയും ചെയ്തു. തതസ്തേ ബഹുബിർവീരൈർവാനരൈർവാനരർഷഭ സംരക്തനയനേ ക്രോധാത് ഹരയ പ്രവിചാലിത. വാനരശ്രേഷ്ഠ, കോപം കൊണ്ട് കഞ്ചു വന്ന ആ വാനരവീരന്മാർ അപ്പോൾ കാവൽക്കാരായ വാനരന്മാരെയും ഭീഷണിപ്പെടുത്തുകയും അന്താളിപ്പിക്കുകയും ചെയ്തു. പാണിവേർ നിഹതാ കേജിർജാനുവിരാഹതാഃ പ്രകൃഷ്ടാശ്ച യഥാ കാമം ദേവമാർഗം ജദർശിതാഃ. ചിലരെ കൈകൾ കൊണ്ടടിച്ചു, ചിലരെ കാൽമുട്ടുകൾ കൊണ്ട് ഇടിച്ചു, ചിലരെ നിലത്ത് വലിച്ചിഴച്ചു, ചിലരെ ആസനം കാണിച്ച് അവമാനിക്കുകയും ചെയ്തു. ഏവമേതേ ഹതാശൂരാസ്ത്വയുധിഷ്ഠിഭർത്തരി കൃഷ്ണം മധുവനം ചൈവ പ്രകാമം തൈ പ്രപച്യതേ. അവിടുന്ന് മധുവനനാഥനായിരിക്കെ ശൂരന്മാരായി ഇവർക്ക് ഈ വിധം പീഡനം ഏൽക്കേണ്ടി വന്നു. മധുവനം അപ്പാടെ നാനാവിധമാക്കി നശിപ്പിക്കുകയും ചെയ്തു. ഏവം വിജ്ഞാപ്യമാനം തം സുഗ്രീവം വാനരർഷഭം അപൃച്ഛത്തം മഹാപ്രാജ്ഞോ ലക്ഷ്മണ പരവീരഃ. പരമവീരനും മഹാപ്രാജ്ഞനുമായ ലക്ഷ്മണൻ വാനരാധിപനായ സുഗ്രീവനോട് ദതിമുഖൻ ബോധിപ്പിച്ച കാര്യം എന്താണ് എന്ന് ചോദിച്ചു. കിമയം വാനരോ രാജൻ വനവപ്രത്യുപസ്ഥിത കം ചാർത്തമഭി നിർദ്ദിശ്യ ദുഃഖിതോ വാക്യമബ്രവീത്. രാജാവേ, വനപാലകനായി വാനരൻ എന്തിനാണ് ഇവിടെ വന്നത്? സങ്കടപൂർവ്വം ഉണർത്തിച്ച കാര്യം എന്താണ്? ഏവമുക്തസ്തു സുഗ്രീവോ ലക്ഷ്മണേന മഹാത്മന ലക്ഷ്മണം പ്രത്യുവാചേതം വാക്യം വാക്യവിശാരദ. മഹാത്മാവായ ലക്ഷ്മണന്റെ ചോദ്യത്തിന് വാക്ചാതുര്യമുള്ള സുഗ്രീവൻ ഇപ്രകാരം മറുപടി പറഞ്ഞു: ആര്യ ലക്ഷ്മണ സംപ്രാഹ വീരോ ദതിമുഖഭിഃ അംഗത പ്രമുഖർ വീരേർ ഭക്ഷിതം മധുവാനരേഹി. ആര്യ ലക്ഷ്മണ, അംഗദാദികളായ വാനരവീരന്മാർ മധുവനം നശിപ്പിച്ചു എന്നാണ് ദതിമുഖൻ എന്ന കവിവീരൻ അറിയിച്ചത്. വനം യഥാപി ബന്നാസ്തേ സാധിതം കർമ്മ വാനരേഹി
അവർ മധുവനത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വാനരന്മാർ പോയ കാര്യം സാധിച്ചു എന്നാണ്. അതായത് കാര്യം സഫലമായി എന്നർത്ഥം. ദൃഷ്ട്വാ ദേവീന സന്ദേഹോ ന ജാനേന ഹനുമത ന ഹിന്യസാധനേ ഹേതു കർമ്മണോസ്യ ഹനുമത. ഹനുമാൻ ദേവിയെ കണ്ടുപിടിച്ചു, സംശയമില്ല. ഇത് മറ്റൊരുവന് സാധ്യമല്ല. ഇക്കാര്യത്തിൻ്റെ കാരണകർത്താവ് ഹനുമാനല്ലാതെ മറ്റാരുമാകാൻ ന്യായമില്ല. ഹനുമാന് മാത്രമേ പ്രയാസമേറിയ കാര്യം ക്ഷിപ്രസാധ്യമാക്കാൻ കഴിയൂ എന്ന് ആശയം. കാര്യസിദ്ധിർമതിശ്ചൈവ തസ്മിൻ വാനരപുങ്കവേ വ്യവസായശ്ച വീര്യം ജാഷുതം ചാഭിപ്രതിഷ്ഠിതം. കാര്യസിദ്ധി, ബുദ്ധി, പരിശ്രമം, പരാക്രമം, കാര്യാകാര്യ ജ്ഞാനം എന്നിവ വാനരവീരനായ ഹനുമാനിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. ജാമ്പവാൻ എത്ര നേതാ സ്യാത് അംഗദശ്ച മഹാബല ഹനുമാശ്ചാപ്യധിഷ്ഠാത നഹിസ്യ ഗതിരന്യത. അംഗദൻ സേനാനായകനും ജാമ്പവാൻ നേതാവും ഹനുമാൻ കാര്യാകാര്യോപദേഷ്ടാവുമായി നടത്തുന്ന ഏത് കാര്യത്തിൻ്റെ ഫലവും വിപരീതമായിട്ട് വരുന്നതല്ല. അതായത് അനുകൂലമാവും, ഫലസിദ്ധി ഉണ്ടാകും എന്ന് സാരം. അംഗദ പ്രമുഖേർ വീരേർഹതം മധുവനം കില വിജിത്യ ദക്ഷിണാമാശാം ആഗതേർ ഹരിപുങ്കവേഹേ. തെക്ക് ദിക്കിൽ അന്വേഷിച്ചു മടങ്ങി വന്ന അംഗദാദി വീരന്മാർ ആ സന്തോഷവേളയിൽ തെറ്റാവില്ല എന്ന ധൈര്യത്താൽ മധുവനം നശിപ്പിച്ചതാവാം. നൈഷാം അകൃതകൃത്യാനാം യേതുഷസ്യാദുപക്രമ ആഗദേശ പ്രമദിതം യഥാ മധുവനം ഹിതൈഹി ദർശിതം ചാവനം കൃഷ്ണം ഉപയുക്തം ച വാനരേഹി. മടങ്ങിയെത്തിയ അവർ തന്നെ മധുവനം തകർത്തു എന്നത് കാര്യസിദ്ധി സൂചകമാണ്. കാര്യം സാധിച്ചിരുന്നില്ലെങ്കിൽ അവരിത് ചെയ്യാൻ ധൈര്യപ്പെടുമായിരുന്നില്ല. വാനരന്മാർ തിന്നും കുടിച്ചും കടിച്ചും പൊട്ടിച്ചും മധുവനം ആകെ തവിട് പൊടിയാക്കിയിരിക്കുന്നു. വാരയന്തസ്യ സഹിത തഥാ ജാനുവിരാഹദാഹ. എന്നല്ല, കൂട്ടമായി തടയാൻ ചെന്നവരെ അവർ കാൽമുട്ടുകൾ കൊണ്ട് ഇടിച്ച് ഓടിച്ചിരിക്കുന്നു. ഏതദർത്ഥമയം പ്രാപ്തോ വക്തും മധുരവാഗിഹ നാംനാദതിമുഖോ നാമ ഹരിപ്രഖ്യാത വിക്രമ. പരാക്രമശാലിയും പ്രിയഭാഷിയുമായ ദതിമുഖൻ ഈ വാർത്ത അറിയിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൃഷ്ട്വാ സീത മഹാബാഹോ സൗമിത്രേ പശ്യതത്വത അഭിഗമ്യ തഥാ സർവേ പിബന്തി മധുവാനരാഹ. മഹാബാഹുവായ സൗമിത്രേ, ആലോചിച്ചു നോക്കൂ. വാനരന്മാരെല്ലാം മടങ്ങി വന്ന് മധുപാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെ സീതാദേവിയെ കണ്ടെത്തിയെന്ന് വ്യക്തമാക്കുന്നു. പിന്നെ ചാപ്യദൃഷ്ട്വാ വൈദേഹിം വിശ്രുത പുരുഷർഷഭ വനം ദത്തവരം ദിവ്യം ദർശയേയോർവനൗകസ. പുരുഷശ്രേഷ്ഠ, വിശ്രുതരായ വാനരന്മാർ വൈദേഹിയെ കാണാതെ വരത്താൽ ലഭിച്ചതും ദിവ്യവുമായി വനം നശിപ്പിക്കാൻ ശ്രമിക്കുകയില്ല, ധൈര്യപ്പെടുകയുമില്ല. ശ്രുത്വാ കർണസുഖാം വാണിം സുഗ്രീവവദനാച്യുതാം പ്രാഹിഷ്യത വൃശം രാമോ ലക്ഷ്മണശ്ച മഹായശാഃ. യശസ്വിയായ ലക്ഷ്മണനും ധർമാത്മാവായ രാമനും സുഗ്രീവൻ പൊഴിഞ്ഞ കർണാമൃതമായ വാക്യം കേട്ട് നല്ല കാലം സമീപിക്കുന്നു എന്ന് കരുതി അത്യധികം സന്തോഷിച്ചു. ശ്രുത്വാ ദതിമുഖസ്യേദം വചനം സംപ്രഹിഷ്യ സഹ ഉത്തരം വനപാലം ജ സുഗ്രീവ പ്രത്യഭാഷത. ദതിമുഖന്റെ വാക്കുകേട്ട് സന്തോഷിച്ച സുഗ്രീവൻ അത്യന്തം സന്തോഷിച്ച് തുടർന്ന് ചെയ്യേണ്ടതിനെപ്പറ്റി വനപാലകരോട് ഇപ്രകാരം പറഞ്ഞു. പ്രീതോസ്മി സോഹം യദ്ഭുക്തം വനം ദൈകൃതകർമ്മഭിഃ മർഷണീയം ച മേ തേഷാം ചേഷ്ടിതം കൃതകർമ്മണാം. കാര്യം സാധിച്ചു വന്നവർ വനഭഞ്ജനം ചെയ്തതിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. കൃതകർത്തവ്യമായ അവരുടെ ഈ പ്രവൃത്തി ക്ഷന്തവ്യമാണ്. ഞാനത് അനുവദിക്കേണ്ടതും ആണ്. ഇച്ഛാമി ശീഘ്രം ഹനുമത്പ്രദാൻ ശാഖാമൃഗാസ്താൻ മൃഗരാജ്യദർപ്പാൻ ദ്രഷ്ടം കൃതാർത്ഥാൻ സഹ രാഘവാഭ്യാം ശ്രോതും ച സീതാധിഗമേ പ്രവൃത്തിം. സിംഹപരാക്രമികളും കൃതാർത്ഥരുമായ ഹനുമാൻ മുതലായ വാനരന്മാരെ ഉടനെ കാണാനും സീതയെ സന്ദർശിച്ച കാര്യം, അവരെ വീണ്ടെടുക്കുന്ന കാര്യം എന്നിവയെക്കുറിച്ചെല്ലാം കേൾക്കാനും ശ്രീരാമലക്ഷ്മണന്മാരോടുകൂടി ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. പ്രീതിസ്പീതാക്ഷോ സംപ്രഹൃഷ്ടോ കുമാരോ ദൃഷ്ട്വാ സിദ്ധാർത്ഥോ വാനരാണാം ജരാജ അംഗേ സംഹൃഷ്ടേ കർമ്മസിദ്ധിം വിദിത്വാ ബഹൂദരാസ്തന്നാം സോതിമാത്രം നനന്ദ. കാര്യം സാധിച്ച സന്തോഷത്താൽ വികസിത നേത്രരായ രാജകുമാരന്മാരെ കണ്ട് വാനരരാജാവായ സുഗ്രീവൻ കാര്യം കൈപ്പിടിയിലെത്തിയതായി വിചാരിച്ച്
രോമാഞ്ചകഞ്ചുരിത ഗാത്രനായി അളവറ്റ ആനന്ദത്തിൽ മുഴുകി. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ ത്രിഷഷ്ടിതമ സർഗ 63ാമത്തെ സർഗം സമാപ്തം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ശ്രീരാമനാമ സങ്കീർത്തനം. ശ്രീരാമ രാമ.